വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനാവശ്യമായ വികസന കുതിപ്പാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ സംഘടിപ്പിച്ച സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹ്യനീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനമാണ് സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത്. നാടിന്റെ തനതായ സവിശേഷതകൾ മുൻനിർത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നത്. പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റിത്തീർക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിജ്ഞാനാധിഷ്ഠിതമായ വ്യവസായങ്ങളുടെ ഹബ്ബായി കേരളം മാറേണ്ടതുണ്ട്. ഇതിനാവശ്യമായ വികസന കുതിപ്പാണ് നമ്മുടെ സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. പശ്ചാത്തല വികസന രംഗത്ത്, ഗതാഗത രംഗത്ത്, വ്യവസായ സേവന രംഗങ്ങളിൽ എല്ലാം വലിയ മുന്നേറ്റങ്ങൾ സാധ്യമാകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. മന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ വിജ്ഞാന കേരളം പദ്ധതി ഉപദേഷ്ടാവ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ വി.പി. ജഗതിരാജ്, കെ.ഡിസ്ക് മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി.വി. ഉണ്ണികൃഷ്ണൻ, കേരള നോളജ് എക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി.എസ്. ശ്രീകല, കെ.ഡിസ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി.എം. റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസം നീണ്ടുനിന്ന ഗ്ലോബൽ സമ്മിറ്റിൽ വ്യാവസായിക പ്രതിനിധികളും വിഷയവിദഗ്ധരും വിദ്യാർത്ഥികളുമടക്കം 3000-ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1 ലക്ഷത്തോളം പേർ ഓൺലൈനായും സമ്മിറ്റിന്റെ ഭാഗമായി. 200-ഓളം വിദഗ്ധർ പങ്കെടുത്ത 57 പാനൽ ചർച്ചകളും 4 വട്ടമേശ സമ്മേളനങ്ങളും സമ്മിറ്റിന്റെ ഭാഗമായി നടന്നു. കൈരളി ന്യൂസ്, കൊച്ചി.